എന്നാണ് അവർ പറയുന്നത്. തുടരുക. ഇപ്പോൾ ഈ മലയാളികളിൽ ചിലർ നമ്മളോട് സംസാരിച്ചു. അവരുടെ ആ ഓഡിയോ ിലേക്കൊന്ന് പോകാം വളരെ പെട്ടെന്ന്. അവരെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. നേരത്തെ ഞങ്ങൾക്കിനി അവിടെ നിന്ന് ഇന്ത്യൻ എംബസി വഴി മൂവ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് മറ്റ് ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഒക്കെ വരികയും പോവുകയും ചെയ്യുന്നു. ഇവരുടെ ഫ്ലൈറ്റ് ഇവരെടുക്കുന്നില്ല, എയർലൈൻക്ക് ഇവരെടുക്കുന്നില്ല. ഞങ്ങളിവിടെ 26-ാം തീയതി നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊളംബോ എയർലൈൻസിൽ കയറിയതാ. ഞങ്ങളിവിടെ കൊളംബോയിൽ വന്നു. ഇവിടെ സ്റ്റക്കായി. അവർ ഞങ്ങൾക്കൊരു അക്കോമഡേഷൻ തരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ കോൺഗ്രസിനകത്താണ് 2-3 ദിവസമായിട്ട്. ആദ്യം അവർ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതെ അവരുടെ വേറൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് റോഡ് വേയിൽ 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊളംബോയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ കൊളംബോയിൽ കൊണ്ടുവന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിനിലേക്ക്, ട്രിവാൻഡ്രം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചിനിലേക്ക് തന്നു രാവിലെ 8 മണിക്ക്. അതും ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുക. ഞങ്ങൾക്ക് ആരും ഇവിടെ എയർപോർട്ട് അതോറിറ്റി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവിടെ ഞങ്ങൾ എമിഗ്രേഷൻ ഓഫീസിൽ കയറി സംസാരിച്ചു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ കോൺഗ്രസിനകത്താണ് എല്ലാവരും. അതാണ് സാഹചര്യം. അപർണ, ഇവര് പല ഫ്ലൈറ്റുകൾ ഇവർക്കായി അനൗൺസ് ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഡിഗോ അടക്കമുള്ള വിമാനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഇൻഡിഗോയുടെ സർവീസുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമിക കടമ. രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവരുടെ വീഡിയോ കൂടെ സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നതാണ് തോന്നുന്നത്. അതായത് ഡയറക്റ്റ് ഫോൺ സംസാരിക്കാൻ പറ്റാത്ത വിഷയം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഗൗരവം ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്ത. ഒരു 10-20 പേരിൽ അപ്പുറമുള്ള ആൾക്കാരുണ്ട്. ഇത്രയും സമയമായിട്ട് വെള്ളം, ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നിടത്ത് എനിക്കൊന്ന് വളരെ അടിസ്ഥാനപരമായിട്ട് സൗകര്യങ്ങളെങ്കിലും ഏർപ്പെടുത്തേണ്ടതാണ്. അതുപോലും ഉണ്ടായിട്ടില്ല. അതിനു ശേഷമാണ് സ്വാഭാവികമായിട്ടും ഇതൊരു ബദലായിട്ട് ഒരു വിമാനമാർഗം എങ്ങനെയാണ് ഏർപ്പെടുത്താൻ കഴിയുക. അത് ശ്രീലങ്കൻ എയർവേസ് അല്ലെങ്കിൽ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ ശ്രീലങ്കൻ എയർവേസ് അല്ലെങ്കിൽ മറ്റ് വിമാന സർവീസുകൾ എങ്കിലും ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. അപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന്റെ കൊളംബോയാണ്. അപ്പൊ മറ്റ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഏത് തരത്തിലാണ് അതെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ അതിനൊരു ആധികാരികമായിട്ടൊരു സ്ഥിരീകരണം കിട്ടണം. അത്രയും വ്യോമപാതയിൽ ഒരു ബ്ലോക്കേജ് വന്നതുകൊണ്ടാണോ അതെന്തുകൊണ്ടാണ് എന്നുള്ള അറിയില്ല. പക്ഷേ ഇടപെടാൻ കഴിയുന്നത് ഇന്ത്യക്കാണ്. കാരണം ഈ 72 മണിക്കൂർ ആകുന്ന സമയത്ത് ഒന്നുകിൽ ഇന്ത്യൻ എംബസി ഇടപെടുക, അവർക്കൊരു ബദൽ താമസ സൗകര്യമോ താൽക്കാലികമായിട്ടുള്ള അങ്ങനെ ഒരു റിസ്ക് എടുക്കാത്ത രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു സജ്ജീകരണം ഏർപ്പെടുത്തണം. പകരം ഒരു വിമാനം ഇപ്പോൾ ഏർപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ. പക്ഷേ ഇന്ത്യൻ എംബസിയിൽ ഇവർക്ക് ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്ക് വൈഫൈ തന്നെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പം അങ്ങനെയാണ് അവർ മാധ്യമപ്രവർത്തന നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ വീഡിയോ ദൃശ്യങ്ങളടക്കം കാണുന്നത് സ്ത്രീകളടക്കമുള്ള ആൾക്കാരുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടെ ഇത് എന്താണ് സ്ഥിതി എന്ന ദൃശ്യങ്ങളുടെ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നമുക്ക് സംരക്ഷിക്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് അറിയാൻ പറ്റുമായിരിക്കും. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഇടപെടലുകളോ വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ളവരുടെ വളരെ വളരെ ത്വരിതമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്ത് വേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു സംഘമാണ്, കുറച്ചല്ല. മാത്രമല്ല ഇനി സാങ്കേതികമായിട്ട് ഇനിയും വ്യോമ ഗതാഗതം നീണ്ടുപോകുകയാണെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കേണ്ട സാഹചര്യമുണ്ട്. ഭക്ഷണം, വെള്ളവും ഒന്നും ഇല്ലാതെ, താമസ സൗകര്യം ഇല്ലാതെ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഇത്രയേറെ മണിക്കൂറുകൾ ഇവർക്ക് കുടുങ്ങി കിടക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇന്ത്യൻ എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയില്ല. നമുക്ക് ഇവരോട് നേരിട്ട് വീണ്ടും ചോദിക്കാൻ കഴിയാത്തത് ഇവർക്ക് വാട്സപ്പ് വഴി മാത്രമേ ഇവരെ കോള് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതും അവർ പറയുന്നത് വൈഫൈ എപ്പോൾ വേണമെങ്കിലും കട്ടാകും, വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ട സാഹചര്യം കൂടിയാണ് രഞ്ജിത്ത്. എനിക്ക് തോന്നുന്നു എന്തായാലും അല്പം സമയത്തുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ദൃശ്യങ്ങളടക്കം നൽകാൻ കഴിയും എന്നാണ് തോന്നുന്നത് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. നമുക്ക് അവരുടെ കുറച്ചുകൂടി ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. പക്ഷേ എപ്പോഴും അവർ ദുരിതത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും 48 മണിക്കൂറിന് മുകളിലായി അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത്രത്തോളം ദുരിതത്തിലാണ് ശ്രീലങ്ക. ഇപ്പോൾ ഫ്ലൈറ്റ് സർവീസുകളടക്കം ക്യാൻസലാകുന്നു. 60ഓളം മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. വിവരങ്ങളാണ് അപർണ കുറുപ്പ് അതിലേക്ക് കൊണ്ടിരുന്നത്. പാർവതി തുടരുന്നുണ്ട്. പാർവതി, ലോകരാജ്യങ്ങളുടെ ഒരു സഹായം ഒരുപക്ഷെ ശ്രീലങ്കയിലേക്ക്
പ്രവഹിക്കുന്നുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ? ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ശ്രീലങ്കയുടെ അയൽ രാജ്യങ്ങളെല്ലാം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ അടക്കമുള്ളവ, മരുന്ന്, അതുപോലെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ സംഘത്തെ, ഡോക്ടേഴ്സിനെയും നഴ്സിനെയും അവർ 24 മണിക്കൂർ സർവീസാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ശ്രീലങ്കയിൽ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ വിമാന സർവീസുകളുടെ കാര്യത്തിൽ താൽക്കാലികമായി വ്യോമപാത ക്ലിയർ അല്ലാത്തതിനാൽ മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ വിമാനം വർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ട്രെയിൻ അടക്കമുള്ള, വൈദ്യുതി അടക്കമുള്ളവ എല്ലാം താറുമാറായ സ്ഥിതിയിലാണ് ശ്രീലങ്ക തിരിച്ചു വരാനായി ഏറെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, INS വിക്രാന്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ദുരിതാശ്വാസ സാധനങ്ങളുമായി അവിടെ എത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയെ എത്രയും വേഗം കരകയറ്റാൻ എല്ലാ ലോകരാജ്യങ്ങളെല്ലാം സഹായിക്കുന്ന സ്ഥിതിയുണ്ട്. രഞ്ജിത്ത്, ലോകരാജ്യങ്ങളുടെ വലിയ സഹായം ശ്രീലങ്കയിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളും വലിയ തോതിൽ ശ്രീലങ്കയെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ദുരിതം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നതിനിടയിലാണ് നേരത്തെ അപർണ റിപ്പോർട്ട് ചെയ്ത 60ഓളം മലയാളികളുടെ ഒരു ദുരിതാവസ്ഥ. ഏറ്റവും പ്രധാനമായും അവരെ കൃത്യമായി അവർക്ക് സഹായങ്ങൾ എത്തേണ്ടതുണ്ട്. ഇന്ത്യൻ എംബസി ഇടപെടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ അടങ്ങുന്ന സംഘമാണ് 48 മണിക്കൂർ, ഇപ്പോൾ 60 മണിക്കൂറോളം ഒരുപക്ഷെ പിന്നിട്ട് കാണും, അത്രയധികം സമയമായി അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവർക്ക് ആവശ്യമായ സഹായം, ഭക്ഷണം, വെള്ളം ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. ഇത്രയധികം സമയം അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ദുരിതപൂർണമായ കുറേ മണിക്കൂറുകൾ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൃത്യമായ സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. അതിൽ ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്നുകൂടി പോകാം. ഞങ്ങൾക്കിനി അവിടുന്ന് ഇന്ത്യൻ എംബസി വഴി മൂവ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുന്ന് മറ്റ് ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഒക്കെ വരികയും പോവുകയും ചെയ്യുന്നു. ഇവരുടെ ഫ്ലൈറ്റ് ഇവരെടുക്കുന്നില്ല, എയർലൈൻക്ക് ഇവരെടുക്കുന്നില്ല. ഞങ്ങളിവിടെ 26-ാം തീയതി നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊളംബോ എയർലൈൻസിൽ കയറിയതാ. ഞങ്ങളിവിടെ കൊളംബോയിൽ വന്നു. ഇവിടെ സ്റ്റക്കായി. അവർ ഞങ്ങൾക്കൊരു അക്കോമഡേഷൻ തരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ കോൺക്വസിനകത്താണ് 2-3 ദിവസമായിട്ട്. ആദ്യം അവർ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതെ അവരുടെ വേറൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് റോഡ് വേയിൽ 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ കൊളംബോയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ കൊളംബോയിൽ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കൊച്ചിനിലേക്ക്, ട്രിവാൻഡ്രം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചിനിലേക്ക് തന്നു രാവിലെ 8 മണിക്ക്. അതും ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് ആരും ഇവിടെ എയർപോർട്ട് അതോറിറ്റി റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവിടെ ഞങ്ങൾ എമിഗ്രേഷൻ ഓഫീസിൽ കയറി സംസാരിച്ചു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ കോൺഗ്രസിനകത്താണ് എല്ലാവരും.